ഒരു ഇലക്ട്രിക് കാറിൻ്റെ എൻജിൻ റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നോർമൽ IC എഞ്ചിന് പകരമായി കൺട്രോളർ യൂണിറ്റും അതിന് താഴെ മോട്ടറുമാണ് വരുന്നത്. അങ്ങനെ മാരുതി സുസുക്കിയുടെ സ്വന്തം ഇലക്ട്രിക് കാർ ഈ വിറ്റാര നമ്മുടെ കേരളത്തിലുള്ള ഷോറൂമുകളിൽ ഡിസ്പ്ലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ മരത്താക്കരയിലുള്ള പോപ്പുലർ നെക്സ ഷോറൂമിലാണ്. മാരുതിയുടെ കാര്യം പറയുമ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ബ്രാൻഡുകളിൽ വന്നുവെങ്കിലും മാരുതി ഇലക്ട്രിക്കിലേക്ക് അവസാനമാണ് ചുവടുവെച്ചത്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും ഒരു മാസം 1.5 ലക്ഷത്തോളം വാഹനങ്ങൾ മാരുതി ഇന്ത്യയിൽ വിറ്റഴിക്കുന്നുണ്ട്. ഡീസൽ എഞ്ചിനുകൾ നിർത്തിയപ്പോൾ മൈലേജ് കൂടിയ CNG വാഹനങ്ങളിലേക്ക് മാരുതി ചുവടുവെച്ചു. അതും ഒരുപാട് ഹിറ്റായി. ഇപ്പൊ അങ്ങനെ ഇലക്ട്രിക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയാം. മാരുതിയുടെ ഈ വിറ്റാര ഇന്റീരിയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു ലക്ഷറി ഫീലാണ്. ഗ്രാൻഡ് വിറ്റാരയിൽ കാണുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പെർഫോമൻസ്, കംഫർട്ട് ആൻഡ് റേഞ്ച്, ഇത് മൂന്നുമാണ് വാഹനം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൺസോളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലെവലിലാണ്. ADAS സിസ്റ്റത്തോട് കൂടിയിട്ടാണ് ഈ വാഹനം നമുക്ക് വരുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സും വയർലെസ് ചാർജിങ്ങും ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഇലക്ട്രിക് സീറ്റ്സും അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സോടും കൂടിയ ഒരു ഫുള്ളി ലോഡഡ് വാഹനം. 4.275 മീറ്റർ ടോട്ടൽ ലെങ്ത് വരുന്നു. 1.8 മീറ്റർ വിഡ്ത്തും 1.64 മീറ്റർ ഹൈറ്റും. ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ഡയമെൻഷൻസ്. യൂണീക്കായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സെൻട്രൽ കൺസോളിന്റെ ഡിസൈൻ ആണ്. മറ്റു വാഹനങ്ങളിൽ കാണാത്ത രീതിയിൽ ഇതിന്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ റീക്ലൈനിങ്ങിനും ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെന്റിനും ഓപ്ഷൻ ഉണ്ട്. 360 ക്യാമറ പ്രൊവൈഡഡ് ആണ്. മാനുവൽ ടൈപ്പ് സൺറൂഫ് വരുന്നുണ്ട്. ബാറ്ററി പാക്ക് വരുന്നത് ബേസ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഹെവിയും സ്റ്റേബിളുമാണ്. ബുക്കിങ്ങിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഫൈനസ്റ്റ് ഓട്ടോമൊബൈൽസ്. ബൈ ബൈ.